നമസ്കാരം. ട്രെൻഡിനോ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ആശമാരുടെ സമര പോരാട്ടങ്ങൾക്ക് ഇന്ന് ഒരാണ്ട്. 1-ാം വാർഷികത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി പ്രതിഷേധം. കേരള സർവകലാശാലയിലേക്ക് SFI മാർച്ച്. VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം. രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ സംഘടിച്ച പ്രതിഷേധം. ജലപീരങ്കിയും ബാരിക്കേഡും മറികടന്ന് പ്രവർത്തകർ. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന് ED സമൻസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. അടുത്തയാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ. പ്രതികൾക്ക് അപ്പുറത്തേക്ക് 12 പേർക്ക് ED സമൻസ്. പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. KP ഉദയഭാനുവിനെതിരെ നിയമ നടപടിക്ക് ആന്റണി. തന്ത്രിയുമായുള്ള സാമ്പത്തിക ഇടപാട് അടക്കമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വാദം. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും വക്കീൽ നോട്ടീസ്. MPയുടെ മാനത്തിന്റെ തുണി അഴിഞ്ഞെന്ന് ഉദയഭാനുവിന്റെ മറുപടി. എല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ എന്ന് പത്തനംതിട്ട CPM മുൻ ജില്ലാ സെക്രട്ടറി. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയൽ മാറ്റി. അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന അന്വേഷണം. ചിലരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തെന്ന് സൂചന. ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് സഹോദരൻ. വിശദമായ വാർത്തകളിലേക്ക്. ആശമാരുടെ സമര പോരാട്ടങ്ങൾക്ക് ഇന്ന് ഒരാണ്ട്. 1-ാം വാർഷികത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ആശാപ്രവർത്തകർ മാർച്ച് നടത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ആശമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 1 വർഷമായി നടത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങളുടെ ചെറിയ വർധനവ് മാത്രം ആണ് ഇതുവരെ സർക്കാർ നൽകിയിട്ടുള്ളത്. ബിനോയ് കൃഷ്ണനുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ബിനോയ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ത്രീ സമരങ്ങളിൽ ഒന്നായിരുന്നു ഈ ആശാ സമരം. നമ്മൾ വലിയ രീതിയിൽ തന്നെ ഇത് കണ്ടതാണ്, ഒരുപാട് പ്രതിഷേധിച്ചതാണ്, ഒരുപാട് സമയം രാപ്പകലോളം മഴയത്തും വെയിലത്തും ഒക്കെ പ്രതിഷേധിച്ചതാണ് ഈ ഒരു പറ്റം സ്ത്രീകൾ. എന്തൊക്കെ ആവശ്യങ്ങൾ ഇവരുടെ ഈ 1 വർഷക്കാലത്തിനുള്ളിൽ നിറവേറ്റിയെന്നും നമ്മൾ കണ്ടതാണ്. എന്താണ് ഇവർ പറയുന്നത്? ഈ 1 വർഷക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ ഇവരെന്താണ് പറയുന്നത്? നമുക്കറിയാം, സ്ത്രീ സമര ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നായി വിലയിരുത്തപ്പെട്ട ആശാസമരം 1 വർഷം സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനുമായി സംസ്ഥാന സർക്കാർ കൂട്ടത്തിൽ ഇവർക്ക് ആകെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് പ്രസ്ഥാനങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഇതിനെ ഒരു സമര വിജയമായി വ്യാഖ്യാനിച്ചുകൊണ്ട് 1000 രൂപ വർധനവിനെ ഒരു സമര വിജയമായി തൽക്കാലം സമരത്തിന്റെ രീതി മാറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് 266 സമരം മാറ്റിയിട്ട് എല്ലാവരും പിരിഞ്ഞു. ആ സമരം തുടങ്ങിയതിന്റെ 1-ാം വാർഷികമാണ് ഇപ്പോൾ. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 1000 രൂപ കൂടി ആശമാർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8000 രൂപ ഓണറേറിയവും ഇടയ്ക്കിടെ മുടങ്ങുന്ന ഇൻസെന്റീവും കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ ഇതുകൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഈ ആശമാർ ചോദിക്കുന്നത്. ഈ പ്രതിഷേധത്തിനെ സർക്കാർ ഏതു തരത്തിലാണ് കണ്ടതെന്നും ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിച്ചെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, നിരാഹാര സമരം, കൂട്ട ഉപവാസം, പിന്നീട് മുടിമുറിക്കൽ സമരം, അങ്ങനെ 266 ദിവസം നീണ്ട ഒരു ആശമാരുടെ ഒരു സമര പരമ്പരയാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. അവകാശ പോരാട്ടത്തിനായിട്ടാണ് ഈ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നത്. അതിൻ്റെ 1 ആണ്ടാണ് ഇന്ന് തികഞ്ഞിരിക്കുന്നത്. ഈ 1 വർഷക്കാലത്തിന് മുൻപ് തുടങ്ങിയ ഈ ആശാസമരമാണ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റിയിട്ടുണ്ട്, എത്രത്തോളം സർക്കാർ ഇത് പരിഗണിച്ചിട്ടുണ്ട് തുടങ്ങിയ 1000 ചോദ്യങ്ങളുമായാണ് ഈ സ്ത്രീകൾ, ഈ ആശമാർ ഇവിടെ എത്തി നിൽക്കുന്നത്, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി എത്തി നിൽക്കുന്നത്. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയ്ക്ക് വകയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഈ ആശമാർ ചോദിക്കുന്നതും. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, തുടരാം.
സാങ്കേതിക തടസ്സമായിരുന്നു. പറഞ്ഞു വന്നത് ഇതാണ്, കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ 1000 രൂപ കൂടി ആശമാർക്ക് ഓണറേറിയമായി പ്രഖ്യാപിച്ചു. അതായത് സമരം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ചില ആനുകൂല്യങ്ങളുടെ ഭാഗമായി 1000 രൂപ ഓണറേറിയം വർധനവ്. ഇപ്പോ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ 1000 രൂപ വർധനവ്. ഇതൊന്നും പക്ഷേ ഈ പറഞ്ഞ അടിസ്ഥാന വേതനം എന്ന ഇവർ ആവശ്യപ്പെടുന്ന 21,000 എന്ന ആ തുകയെ തൃപ്തിപ്പെടുത്തുന്നതല്ല. ഇവരുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ചെറിയ ആശ്വാസം കിട്ടുമെങ്കിൽ പോലും അടിസ്ഥാന ആവശ്യം അല്ലെങ്കിൽ അവരുടെ മൗലികമായ അവകാശം, ഏറ്റവും ചുരുങ്ങിയ വേതനം എന്ന അവരുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അവർ സമരം അവസാനിപ്പിക്കുമ്പോൾ, സെക്രട്ടേറിയറ്റ് മുന്നേ സമരം അവസാനിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ സമരത്തിന്റെ രീതി മാറ്റും, സമരം മറ്റു രൂപങ്ങളിലേക്ക് മാറ്റും എന്നാണ്. അതിന്റെ ശക്തി ഒട്ടും ചോർന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ ആശമാർ വീണ്ടും സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശാപ്രവർത്തകർ ഒരാളായ ശ്രീമതി യസ്മിനി നമുക്കൊപ്പം ഉണ്ട്. ശ്രീമതി യസ്മിനി, 1 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ സമരം നേരത്തെ അവസാനിപ്പിച്ചു പോകുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയം, അത് നിങ്ങളുടെ സമരം കണ്ടല്ല, ഇതൊരു പുച്ഛം കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ബജറ്റിൽ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന 1000 രൂപ. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ 21,000 അത് ഒരുപാട് ദൂരെ കിടക്കുകയാണ്. എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്? ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപ പ്രതിമാസ വേതനമായിരുന്നു. ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്രത്തിൽ സമരം ചെയ്യണമെന്ന് പറഞ്ഞവരുടെ അടുത്ത് തന്നെ 2000 രൂപ ഓണറേറിയം 2 തവണയായിട്ട് വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് 2,500 രൂപയുടെ വർധനവ് വരുത്താനും കഴിഞ്ഞു. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായ ഒരു സമരം കൂടിയാണ്. 21,000 രൂപ എന്ന് പറയുന്ന മിനിമം കൂലിയാണ്, മിനിമം ജീവിച്ചിരിക്കാനുള്ള കൂലിയാണ്. അത് നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഈ സമരം അവസാനിക്കുള്ളൂ. ഞങ്ങൾ തെരുവിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ഇന്ന് 1ാം വാർഷിക ദിനമാണ് സമരത്തിന്റെ. തീർച്ചയായിട്ടും സമരം ജില്ലകളിൽ തുടരുകയാണ്, അത് പ്രാദേശികമായി തുടരുകയാണ്. അതിന്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിമാൻഡുകൾ നേടുന്നതുവരെ സമരം തുടരും. മറ്റൊരു കാര്യം, വിരമിക്കൽ ആനുകൂല്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നേടിയേ കഴിയുള്ളൂ. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെന്റ് ഈ തൊഴിലാളികളോട് മാപ്പ് പറയേണ്ടിയിരിക്കുകയാണ്. കാരണം ഇതിൽ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തെ ഇത്രമേൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ റെപ്രസെന്റേറ്റീവായിട്ട് ഈ ഗവൺമെന്റ് ഇരിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ എല്ലാത്തരം അന്യായങ്ങൾക്കും അശ്ലീലങ്ങൾക്കും ഒക്കെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ആശാ തൊഴിലാളികളോട് മാപ്പ് പറയണമെന്നും കൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം ഇവിടെ സമരത്തില് നേരത്തെ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടെ വെച്ചിരിക്കുന്നുണ്ട്, അതായത് വേതനം വെട്ടിച്ചെടുക്കുന്ന ഉപാധി പിൻവലിക്കുക എന്നൊരു സംഗതി. അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഓണറേറിയത്തിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ 7,000 രൂപയ്ക്ക്. അത് പക്ഷേ ഞങ്ങൾ ഈ സമരമുഖത്തിൽ നിന്ന് പിൻവലിച്ചു. പക്ഷെ ഇൻസെന്റീവിൽ, കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവിൽ സംസ്ഥാന സർക്കാർ ഒരു ഉപാധി വെച്ചിരിക്കുന്നു. ഇൻസെന്റീവിന് എന്തെങ്കിലും കുറവ് വന്നാൽ, അതായത് ഓരോ വാർഡുകളിലും ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ആ ഇൻസെന്റീവ് ലഭിക്കുന്നത്. അപ്പൊ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അതിനൊരു തുക കുറവ് വന്നാൽ ഓണറേറിയം പകുതിയായി വെട്ടിക്കുറയ്ക്കുന്ന വിചിത്രമായ ഒരു തീരുമാനം അത് കഴിഞ്ഞ 6-7 മാസമായി സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഒരു ദിവസം 200-300 രൂപ വണ്ടിക്കൂലി കൊടുത്താൽ മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. വളരെ മലയോര പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ആളുകൾക്ക് ഒരു ദിവസം 200 രൂപ കൂലി കിട്ടിയാൽ എന്താവാനാണ്? വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പിൻവലിക്കപ്പെടണം, ആ ഉപാധി പിൻവലിക്കണം. ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നിങ്ങൾ സമരം അവസാനിപ്പിക്കുന്നത്, 1000 രൂപ ഓണറേറിയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച ബജറ്റിൽ 1000 രൂപ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തികയുന്നതല്ല, നിങ്ങളുടെ ആവശ്യങ്ങളോട് നീതി പുലർത്തുന്നതുമല്ല. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് നിങ്ങൾ ഈ സമരത്തിന്റെ രൂപത്തെ മാറ്റാൻ പോകുന്നത്? ഞങ്ങള് അത് സംബന്ധിച്ചൊന്നും തീരുമാനമെടുത്തിട്ടില്ല. കാരണം സർക്കാരിന്റെ മുന്നിൽ ഈ 3-4 മാസമുണ്ട്. ഞങ്ങൾ പറയാറുണ്ട്, 12 വർഷമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ നിലപാട് എടുക്കാറില്ല. പക്ഷെ ഞങ്ങൾ ഈ തെരുവിലിട്ടുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീ വിരുദ്ധ ഗവൺമെന്റ് ആണ്, ഒരു സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, സ്ത്രീ വിരുദ്ധത നടപ്പിലാക്കുകയും സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ, ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നല്ല, സർക്കാരിന് വോട്ട് ചെയ്യരുത്, അവരുടെ പ്രതികൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഇനിയും 3-4 മാസം ഈ സർക്കാരിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ച് 21,000 രൂപ നൽകുവാനുള്ള സമയമുണ്ട്, വിരമിക്കൽ ആനുകൂല്യം നൽകാനുള്ള സമയമുണ്ട്, ഈ തൊഴിലാളികളെ കേൾക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. സ്ത്രീയുടെ സുരക്ഷയും സ്ത്രീയുടെ സാമ്പത്തിക സുരക്ഷയും, ഈ 2 കാര്യങ്ങളും സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ 2 കാര്യങ്ങളിലും സർക്കാർ പരാജയപ്പെട്ടു എന്നാണോ ഇപ്പൊ പറഞ്ഞത്? തീർച്ചയായും സമ്പൂർണ്ണ പരാജയമാണ്. ഇവിടെ സ്ത്രീ സുരക്ഷ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ യാതൊന്നുമില്ല. അപ്പൊ ജീവിക്കാൻ പറ്റാത്ത വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ കൂടുതൽ ക്രിമിനൽ വാസനയുള്ള ആളുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ദയവേത് സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ അവർ കണ്ണടച്ചിരുട്ടാക്കരുത്, തുറന്നു കാണുന്നു.
തുടക്കം തൊട്ട് തന്നെ ആശമാരുടെ സമരത്തിന് സാംസ്കാരിക നായകരുടെ കേരളത്തിലെ പല മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരുടെ പിന്തുണയുണ്ടായിരുന്നു. സർക്കാരിനെതിരെ പല സാഹിത്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഈ സമരം നടക്കുന്ന സമയത്ത് വന്ന് അണിചേർന്നതും പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. തുടക്കം തൊട്ട് ഈ സമരത്തിനൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പ്രൊഫസർ MP പത്തായിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ 1ാം വാർഷികത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഈ നിലപാടുകളെ നേരത്തെ പറഞ്ഞതുപോലെ 2 തവണയായിട്ടാണ് ആശമാരുടെ ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താണ് ആശമാർക്ക് സർക്കാർ ചെയ്യേണ്ടത്? ഈ 2 തവണ 1000 രൂപ വർദ്ധിപ്പിച്ചതിന് 2 കാര്യങ്ങൾ കാണാം. ഒന്നാമത്തെ സംഗതി, ഗവൺമെന്റ് ആദ്യം പറഞ്ഞിരുന്നത് ഇത് വർദ്ധിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ബാധ്യതയല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് 2 തവണ അത് വർദ്ധിപ്പിച്ചു. അതിന്റെ അർത്ഥം ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ഓണറേറിയം കൂട്ടേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണെന്ന് ഇവർ ഭംഗ്യന്തരേണ സമ്മതിക്കുകയാണ്. അത് ഇവരുടെ ഒരു നിലപാടിന്റെ ഒരു അംഗീകാരമായിട്ടും ഗവൺമെന്റ് എടുത്ത തെറ്റായ നടപടിയുടെ ഒരു തിരുത്തലായിട്ടുമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ആ കാര്യത്തിൽ ആദ്യം പറഞ്ഞ തെറ്റായിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കണക്കൂട്ടിയാൽ അറിയാവുന്നതാണ്. ഈ 2000 രൂപ 2 ഘട്ടങ്ങളിലായിട്ട് വർദ്ധിപ്പിച്ചതോടുകൂടി ഇവർക്ക് കിട്ടുന്ന തുക ഒരു മാസം 9000 രൂപയാണ്. ആ 9000 രൂപ തന്നെ കൊടുക്കുന്നതിന് നിബന്ധനകൾ ഉണ്ടെന്നുള്ളത് അറിയാം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത് മിനിമം കൂലി സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുള്ള സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസം 700 രൂപ, അങ്ങനെ ഒരു മാസം 21,000 രൂപ എന്നുള്ളതാണ്. അതുപോലും കൊടുക്കുന്നതിന് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുമായി ഒരു ചർച്ച നടത്തുന്നതിന് ഒരു തൊഴിലാളി വിഭാഗം എന്നുള്ള അവരുടെ ആ ഒരു എക്സിസ്റ്റൻസ്, അവരുടെ ഒരു ഐഡന്റിറ്റി അത് അംഗീകരിച്ചുകൊണ്ട് ഒരു തൊഴിലാളി യൂണിയനുമായിട്ട് ഒരു ചർച്ച നടത്തുന്നതിന് ഈ ഗവൺമെന്റ് തയ്യാറെല്ലാം തന്നെയല്ല, പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു നിലപാടെടുക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ഒരു തൊഴിലാളി വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു തൊഴിലാളി യൂണിയന് ജനാധിപത്യപരമായി ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ്? ഒരു ജനങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തൊഴിലാളി വിരുദ്ധമായി, സ്ത്രീ വിരുദ്ധമായി നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് തുടർന്നു വന്നാല് അടിസ്ഥാന തൊഴിലാളി വർഗത്തിനും സ്ത്രീകൾക്കും കിട്ടേണ്ട ന്യായമായ പരിഗണന, അവകാശങ്ങൾ കിട്ടുകയില്ലെന്നും പരിഗണന ലഭിക്കുകയില്ലെന്നും അതുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനം ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുടർന്നും നൽകി തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത് എന്ന് ജനങ്ങളോട് അപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ അതായത് ഇപ്പൊ നേതൃത്വം കൊടുക്കുന്ന LDF അല്ലെങ്കിൽ CPM തോൽക്കണം എന്ന് പ്രത്യക്ഷത്തിൽ പറയുകയാണ്. അവര് തോൽക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള നിലപാടെടുക്കുന്ന ഒരു വിഭാഗം, അതിപ്പോ ഞാൻ പറയാം, ഇതിന് ബദലായിട്ട് ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അധികാരത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക, ഇവരുടെ ഈ നിലപാട് അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ ഈ സമരം ഇവർ അവസാനിപ്പിക്കില്ല. ഇപ്പൊ അത് കൂടുതൽ വ്യക്തമാണ്. ഒരു കാര്യം കൂടെ, 300 രൂപയാണ് 9000 രൂപ ഒരു മാസം ഇപ്പൊ കിട്ടുമ്പോൾ 300 രൂപയാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ആശാപ്രവർത്തകയ്ക്ക് കിട്ടുക. 300 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കാൻ ഏതെങ്കിലും തരത്തിൽ പര്യാപ്തമാണെന്ന് കരുതാൻ സർക്കാരിന് പോലും കഴിയില്ല. ഒരുപക്ഷെ ആശാപ്രവർത്തകരെ നേരത്തെ ചുമരിലേറ്റി നടന്ന വളരെ വാനോളം പ്രശംസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവരൊരു വരുമാന വർധനവ്, വേതന വർധനവ് ഉയർത്തിയപ്പോഴാണ് അവർ ശത്രുക്കളായി മാറിയത്. ഇതൊരു ഇടതുപക്ഷ നിലപാടാണെന്ന് കരുതാൻ പറ്റുമോ? തികച്ചും ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരെ ഇടതുപക്ഷമല്ല, അവരൊരു നവ മുതലാളിത്വത്തിന്റെ സ്വകാര്യ വക്താക്കളാണ് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ പ്രസംഗത്തിലും പറഞ്ഞ കാര്യം. ഇന്ന് ലോകവ്യാപകമായി നവമുതലാളിത്വം എന്ന് പറയുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. അതായത് വ്യവസ്ഥാപിത തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു വർഗം, അതായത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന, അതിനുവേണ്ടി കളക്റ്റീവ് ബാർഗൈനിങ്, കൂട്ടായ വിലപേശൽ നടത്തുന്ന ഒരു വിഭാഗത്തെ തുടച്ചു നീക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ പ്രൊഫസർ MP പത്തായി സംസാരിച്ചതിന്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അതായത് സ്ത്രീകൾ നടത്തുന്ന സമരം, അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന മിനിമം വേതനത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തിൽ എതിർപക്ഷത്ത് വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതായത് ഇടതുപക്ഷം വലതുപക്ഷമായി എന്ന് കേരളത്തിലെ സാംസ്കാരിക നായകർ കൂടി ഈ സമരത്തോടൊപ്പം ചേർന്ന് പറയുകയാണ് ലീത. ബിനോയ്, അത് തന്നെയാണ്. അതായത് നമുക്കറിയാം, തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയം കൂടിയാണ്. ഈ ഒരു സമയത്തെങ്കിലും സർക്കാർ ഇതെല്ലാം കേൾക്കുമെന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. ഇവരുടെ ഒരു സമര രീതി അതിനി ഏത് തരത്തിലേക്കാണ് മാറുന്നത്? അതായത് അവർ പറയുന്നത് ഇനി ഒരു 3-4 മാസം കൂടി സർക്കാരിന് മുന്നിലുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബജറ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് തൊട്ട് മുമ്പ് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം.
നമ്മളത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പ്രളയങ്ങൾ, കോവിഡ്, അതുപോലെ നിപ്പ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സാമൂഹ്യ അരക്ഷിതത്വ അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു പ്രതിപക്ഷമൊക്കെ സർക്കാരിനോട് തത്വത്തിൽ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് കാര്യമായ പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെ കൃത്യമായി ഉയർന്നു വന്നില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും സർക്കാരിന്റെ അല്ലെങ്കിൽ പൊതുവായ ഒരു ഭരണകൂട സംവിധാനത്തിന്റെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കാര്യമായ ഒച്ചപ്പാടുണ്ടാക്കാതെ, ബഹളങ്ങളോ ശബ്ദങ്ങളോ ഉണ്ടാക്കാതെ അതിനെ ഒപ്പം സഹകരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവസാന ഘട്ടത്തിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കിറ്റ് വിതരണമൊക്കെ പിന്നീട് തുടർന്ന് വന്ന സർക്കാരിനെ ജയിക്കാൻ സഹായിച്ചു എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സർക്കാർ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയേക്കും എന്നൊരു ധാരണ പൊതുവെയുണ്ട്. എന്തായാലും ഈ 3-4 മാസങ്ങൾക്കുള്ളിൽ സർക്കാരിന് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആശാ വർക്കർമാർ നോക്കും. അതിനുശേഷമായിരിക്കും ഇവരുടെ സമരരീതി തീരുമാനിക്കുക എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് ബിനോയ് കൃഷ്ണനാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്നും ആശാ സമര പന്തലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ.ജി. ജോർജ് ഈ വാർത്തയോട് പ്രതികരിക്കാനുണ്ട്. നമസ്കാരം ശ്രീ എ.ജി. ജോർജ്. ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീകൾ സമരങ്ങളിൽ ഒന്നായി മാറിയിരുന്നു ആശാ വർക്കർമാരുടെ ഈ സമരം. അത് എങ്ങനെയൊക്കെയാണ് ആ സമരത്തെ സർക്കാർ വ്യാഖ്യാനിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ഇപ്പോൾ വീണ്ടും 1 വർഷക്കാലം ആവുകയാണ്. അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. സർക്കാർ ഇപ്പോഴും മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇനിയെങ്കിലും ആശമാർക്ക് എന്തെങ്കിലും ഒരു ആശയ്ക്ക് വകയുണ്ടോ? ഒരു ഐതിഹാസിക സമരമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ 1 വർഷം മുമ്പ് നടത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാസങ്ങളോളം നീണ്ടുവന്ന ഒരു കടുത്ത സമരമായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ ആനുകൂല്യങ്ങൾക്കോ ശമ്പള വർധനവിനോ വേണ്ടിയല്ല, ജീവിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തെളിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളരെയേറെ വിലപ്പെട്ട സേവനങ്ങൾ സമൂഹത്തിന് നൽകുന്ന ഈ ആശാ വർക്കർമാർ മാസങ്ങളോളം തെരുവീതിയിൽ കിടന്ന് വെയിലും മഴയും ഏറ്റ് കഷ്ടത അനുഭവിച്ചതെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവർ കഴിഞ്ഞ വർഷം സമരം ആരംഭിക്കുമ്പോൾ അവർക്ക് പ്രതിമാസം വേതനം എന്ന മട്ടിൽ നൽകിയിരുന്നത് 7,000 രൂപയായിരുന്നു. അവരുടെ ആവശ്യമെന്ന് 21,000 രൂപയാണ്. അതായത് ശരാശരി ഒരു ദിവസം 700 രൂപയെങ്കിലും കിട്ടണം. സാധാരണ തൊഴിലാളികൾക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ എന്നാലും വളരെ കുറവാണ്. അപ്പോൾ 21,000 രൂപ അവർക്ക് പ്രതിമാസം വേതനമായി നൽകണം. അതോടൊപ്പം തന്നെ അവർക്ക് 5 വർഷം പിരിയുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് പിരിഞ്ഞ് പോകുന്ന സമയത്ത് സഹായധനമായി നൽകണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. എന്നാൽ ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് സർക്കാർ 1000 രൂപ വർദ്ധിപ്പിച്ചത് അത് 7,000 എന്നുള്ളത് 8,000 ആക്കി. നേരത്തെ സർക്കാർ എടുത്തിരുന്ന നിലപാട് കേന്ദ്രം സഹായം തന്നാൽ മാത്രമേ വേതനം വർദ്ധിപ്പിക്കാൻ ഒക്കൂ എന്നുള്ളതായിരുന്നു. കേന്ദ്രത്തിന്റെ മേലിൽ പഴി ചാരിക്കൊണ്ട് കുറെ നാൾ മുന്നോട്ട് പോയപ്പോഴും ആശാ വർക്കർമാർ സമരം തുടർന്നതിന്റെ ഫലമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 1000 വർദ്ധിപ്പിച്ചത്. അങ്ങനെ അത് 7,000 8,000 എന്നാൽ ഈ കഴിഞ്ഞ ബജറ്റിൽ ഏതാണ്ട് 2 ആഴ്ച മുൻപ് പുറത്തു വന്ന ആ ബജറ്റിൽ വീണ്ടും 1,000 രൂപ അവിടെ വർദ്ധിപ്പിച്ച് അതിപ്പോൾ 9,000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴും അവർ ആവശ്യപ്പെട്ടതിന്റെ പകുതി പോലും ആയിട്ടില്ല. 21,000 രൂപ പ്രതിമാസം ആവശ്യപ്പെട്ടിടത്ത് 9,000 രൂപ കൊടുക്കുമ്പോൾ ദിവസം ശരാശരി 300 രൂപ മാത്രമേ അവർക്ക് വേതനമായി കിട്ടുന്നുള്ളൂ. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള ഇൻസെന്റീവിൽ ഒരു ചെറിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരു നേരിയ വർധനവ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇൻസെന്റീവായി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ ആവശ്യപ്പെടുന്ന 5 ലക്ഷം രൂപയും അതുപോലെ അവരുടെ ആവശ്യങ്ങളിൽ തുടക്കം മുതൽ പറയുന്ന 21,000 രൂപ പ്രതിമാസ വേതനവും എത്തിയിട്ടില്ല. ഇനിയും ഈ പ്രാവശ്യം ഈ ഗവൺമെന്റ് അത് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് താമസിയാതെ വേറൊരു വർധനവ് അതിന് പുറത്ത് ഉണ്ടാകുമെന്നുള്ളത് സാമാന്യഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രവുമല്ല, ഇത് ഏകദേശം 1 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ തട്ടിയും മുട്ടിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി ഇനിയും വർധന ഉണ്ടാകുമെന്ന് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം ചർച്ച ചെയ്തുപോയ സർക്കാർ ഖജനാവ് ഏതാണ്ട് കാലിയായി കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ജീവനക്കാർക്ക് 3% DA വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിലുണ്ടാകുന്ന സാമ്പത്തിക ഭാരം വളരെ വലുതാണ്.
അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി കഷ്ടിച്ച് 2-3 മാസങ്ങൾ മാത്രം അധികാരത്തിലിരിക്കുമ്പോൾ അധിക സാമ്പത്തിക ബാധ്യത ഏൽക്കാനായി അവരെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇനിയും ഈ സർക്കാരിന്റെ കാലത്ത് ഒരു വർധന ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ആശാവർക്കർമാര് അവരുടെ ആവശ്യം സജീവമായി നിലനിർത്തേണ്ടത് അവരുടെ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിൽ അവർക്കത് ആവശ്യമാണ്. അതുകൊണ്ട് അവർ വരുന്ന സർക്കാരിനെ പോലും ഒരർത്ഥത്തിൽ ഒരു സൂചന കൊടുക്കുക എന്നാണ്. ഈ സമരം അവസാനിപ്പിച്ചിട്ടില്ല, സമരം ഞങ്ങൾ തുടരും, സർക്കാർ ഏതാണെങ്കിലും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർ ഇന്നത്തെ വാർഷിക പ്രകടനത്തിൽ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഒരു വർധന അവർക്കുണ്ടാകില്ല. എന്നാൽ ഈ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന സർക്കാർ മെയ് മാസത്തിൽ അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാർ അവർക്ക് എന്തെങ്കിലും മാനുഷിക പരിഗണന കണക്കിലെടുത്തുകൊണ്ട് വർധന ഉണ്ടാക്കും. ആ ഒരു സന്ദേശം കൊടുക്കുക എന്നാണ് ഈ സമരത്തിന്റെ വാർഷികാഘോഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. സർക്കാർ ഇത് കേൾക്കുക തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യവും. എന്തായാലും ഒരു വർഷം തികയുകയാണ് ഇന്ന് ഇവരുടെ ഈ ആശമാരുടെ ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഈ സമരം ആരംഭിച്ചിട്ട് എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ എ.ജി. ജോർജ് പ്രതികരിച്ചതിന്. 8,000 രൂപ ഓണറേറിയം മുടങ്ങുന്ന ഒരു ഇൻസെൻറ്റീവും ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ആശമാരും കണക്ക് കൂട്ടുന്നത്. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി നോൺ AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും. മെയിൽ, എക്സ്പ്രസ്, AC ക്ലാസ് 2 പൈസയും AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം. അതേസമയം ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. വാർത്തകൾ തുടരുന്നു. കേരള സർവകലാശാലയിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കലോത്സവം തടഞ്ഞ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികളെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും സമരക്കാർ ബാരിക്കേഡ് കടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നു. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണോ നടന്നത്? പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. അതായത് ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട സർവകലാശാല കലോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. SFI കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് കലോത്സവം ഈ അധ്യയന വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ നടത്തണം, അതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ കലോത്സവം നടത്തുന്നതിൽ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട സർവകലാശാല VC മോഹൻ കുന്നുമേൽ തടസ്സം നിന്നിരുന്നു. ഈ ഫണ്ട് ഇപ്പോൾ നൽകാനാകില്ല. നേരത്തെയും ഇതുപോലെ മറ്റു ആവശ്യങ്ങൾക്കായി തന്നെ സർവകലാശാലയ്ക്ക് നൽകിയിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. എന്നാൽ അത് കലോത്സവത്തെ ബാധിക്കുന്നതും പല വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അടക്കം നൽകുന്ന കാര്യമായിരുന്നു. അതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയായിരുന്നു SFI തീരുമാനിച്ചത്. അതിന്റെ ഒരു ഫലമായി തന്നെയാണ് ഇന്ന് SFI മാർച്ച് നടത്തിയത്. സർവകലാശാല ഗേറ്റിലേക്ക് എത്തിയ SFI പ്രവർത്തകർ വലിയ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി പോലീസുമായി ഒരു സംഘർഷത്തിലേക്ക് കടന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കടന്നു എന്നുള്ള കാര്യമാണ്. പോലീസിന്റെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു. പിന്നീട് പ്രതിഷേധക്കാർ വലിയ ശക്തമായ ഒരു പ്രതിഷേധം സെനറ്റ് ബിൽഡിംഗിന്റെ മുന്നിൽ തന്നെ നടത്തിയിരുന്നു.
മോഹൻ കുന്നുമേന്റെ ഓഫീസ് ഉപരോധിക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം പോലീസ് അവിടെ തടഞ്ഞിരുന്നു. പോലീസുമായി ചെറിയ വാക്കേറ്റവും മുണ്ടും തള്ളും ഉണ്ടായി. ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് ഈ പൂർണ്ണമായും ഒരു ന്യായമായ ആവശ്യമാണ് ഈ കലോത്സവം നടത്തുക, അതിൽ ഗ്രേസ് മാർക്ക് നൽകുക, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായ മികവ് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നടത്താതെ പോകുന്നു എന്നുള്ളൊരു നടപടി, അതിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. ഏതായാലും വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടും പ്രതിഷേധം അവിടെ നിന്ന് അവസാനിച്ചിരുന്നില്ല. ഇത് ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരയവ് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, കേരള സർവകലാശാല VC-ക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധമുണ്ടായത്. മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. കലോത്സവ ഫണ്ട് ഉൾപ്പെടെ നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്കാണ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറുകയായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗവും പോലീസ് നടത്തി. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന് ED സമൻസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് അയച്ചത്. അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടൻ ജയറാമിന് സമൻസ് നൽകിയിട്ടുള്ളത്. നേരത്തെ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യലിനായി ED വിളിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പൂജിച്ചതുമായി ബന്ധപ്പെട്ട് ജയറാം നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുകളുള്ളതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നും എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുൻപിൽ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ എല്ലാവരും തന്നെ EDയുടെ കർശന നിരീക്ഷണത്തിലാണുള്ളത്. അതേസമയം ജനുവരി 20-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെ 21 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും തെളിവുകളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. Zee മലയാളം ന്യൂസ്, കൊച്ചി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.